ചെയിൻ റൂൾ. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു വന്ന പ്രൊഡക്റ്റ് റൂളിന്റെയും അതുപോലെ തന്നെ സം റൂളിന്റെയും ബാക്കിയായിട്ട് തന്നെ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. അത് ഈ പറഞ്ഞതിന്റെ കൂടെ നമ്മൾ തോനെയും വിഷ്വൽസ് ഒന്നും വെച്ച് അങ്ങനെ കാണിക്കുന്നില്ല. ജസ്റ്റ് തിയറിറ്റിക്കൽ പിന്നെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഈ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ പറഞ്ഞു തരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ട് ചെയിൻ റൂൾ മൊത്തം പറഞ്ഞു അങ്ങനത്തെ ഒരു സാധനമൊന്നുമല്ല. അപ്പൊ ഇതില് ചെയിൻ റൂളും പ്രൊഡക്റ്റ് റൂളും കഴിഞ്ഞിട്ട് പറഞ്ഞു തരുന്നതെന്ന് മാത്രം. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളെ തലയ്ക്ക് എത്തിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ചെയിൻ റൂൾ എന്താ? ഇപ്പൊ നമ്മൾ കുറെ ഇങ്ങനെ കാണാൻ പഠിച്ചു വെച്ചിട്ടുള്ള എല്ലാം നമുക്ക് ഇങ്ങനെ അറിയില്ല. അതായത് സപ്പോസ് നമ്മുടെ ഇതേ കാണുന്ന ഒരു എക്സാമ്പിൾ എടുക്കുക, സൈൻ എക്സ് സ്ക്വയർ. നമുക്ക് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് അറിയാം, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് അറിയാം. പക്ഷെ സൈൻ എക്സ് സ്ക്വയറിന്റെ എന്താ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സൈനിന്റെ ഡെറിവേറ്റീവ് എടുക്കും, പിന്നെ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എടുക്കും. ഇതാന്നല്ല, എന്നിട്ട് രണ്ടും മൾട്ടിപ്ലൈ. ഇതാന്നല്ല നമ്മൾ പറയുന്ന ചെയിൻ റൂൾ. ഓക്കെ, അത് ജസ്റ്റ് ഈ ഇക്വേഷൻ നോക്ക്. dy by dx equal to dy by dt into dt by dx. ഓക്കെ, നമ്മുടെ ഈ ഒരു കേസ് എടു. നമ്മളെന്താ y ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ. ഓക്കെ, നമുക്ക് നമ്മുടെ വൈയുടെ ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ അതെന്താ? dy by dx. നമുക്കിനി അഗെയിൻ ആ dy by dx നെ എങ്ങനെ എഴുതാം? dy by dt into dt by dx. അതായത് ഡിനോമിനേറ്ററിൽ ഒരു dt വെച്ച് നമ്മൾ മൾട്ടിപ്ലൈയും ചെയ്ത് അതേസമയം അപ്പുറത്ത് ന്യൂമറേറ്ററിൽ ഒരു dt വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ക്യാൻസൽ ഔട്ട് ആയി പോയല്ലോ. അപ്പൊ dy by dx ഈക്വൽ ടു dy by dt into dt by dx നമുക്ക് എഴുതാമല്ലോ. ഇതാണ് മെയിൻ ഇക്വേഷൻ. ഓക്കെ, ഇനിയില്ല ജസ്റ്റ് ഇവിടോട്ടൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ എക്സാമ്പിൾ എടു, സൈൻ എക്സ് സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സ് സ്ക്വയറിനെ ടി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ എന്തോ y ഈക്വൽ ടു സൈൻ ടി എന്നോ കണ്ടോ. ഇനി നമ്മൾ dy by dx എടുക്കുക. dy by dx എടുക്കുമ്പോൾ നമുക്ക് എന്താ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, dy by dx ഈക്വൽ ടു dy by dt into dt by dx. അത് അപ്പോട്ട് നേരെ കൊണ്ട് അപ്ലൈ ചെയ്യുക. ഏത് x ഈക്വൽ ടു 1 അപ്പൊ എന്താ? dy by dt. ഓക്കെ, എടുത്താല് കോസ്റ്റ് എന്ന് കിട്ടും. അതായത് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്താ? കോസ്റ്റ്. മറ്റേ ടി ഈക്വൽ ടു എക്സ് സ്ക്വയർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ഡി ടി ബൈ ഡി എക്സ് എന്താ? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ എന്ത് കിട്ടും? ഇത് കിട്ടും. അപ്പൊ ഡി വൈ ബൈ ഡി എക്സിന് നമ്മൾ എന്താ പറഞ്ഞ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് അല്ലേ? ആണ്ടേ, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് കിട്ടി എന്താണ്? 2 cos t. അങ്ങനത്തെ രീതി കിട്ടി. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ പഠിച്ച ചെയിൻ റൂൾ. ഓക്കെ, ഇനി ഇതിപ്പോ തിയറിറ്റിക്കൽ ആണെന്നുണ്ടാവുന്നത്. എനിക്കതല്ല, എനിക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണം, ഒരു കോർ ഐഡിയ ഇടണം. അത് പറഞ്ഞുതരാം. അതായത് ഒരു 3 എക്സാമ്പിൾ ഉണ്ട്. അതിൻ്റെ അകത്തൊരു ഫസ്റ്റ് ഒരു പിസയുടെ കേസാണ്. നമ്മളൊരു പിസ ഓർഡർ ചെയ്ത്, അപ്പൊ നമുക്ക് ആ പിസ കിട്ടണതിൽ നമുക്ക് എത്രത്തോളം സ്പീഡിൽ ആ പിസ കിട്ടുന്നതെന്നുള്ളത് എന്തൊക്കെ കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യും? മേ ബി കുറെ കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാം. പക്ഷെ മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യത്തിലോട്ട് എത്താം. എന്ത്? എത്ര പെട്ടെന്ന് ആ ഷെഫ് പിസ ഉണ്ടാക്കുന്നു എന്നതും എത്ര പെട്ടെന്ന് ആ ഉണ്ടാക്കിയിട്ട് നമുക്ക് ട്രാവൽ ചെയ്ത് കിട്ടുന്നതും. അതായത് സപ്പോസ് ഒരു ഷെഫ് എത്ര സ്പീഡിൽ ഉണ്ടാക്കുന്നു എന്നതും നമ്മൾ ഓർഡർ ചെയ്യുന്ന സ്വിഗ്ഗി, സൊമാറ്റോ അല്ലെങ്കിൽ ഡൊമിനോസ് ഏതെങ്കിലും ആണെങ്കിൽ അവർ എത്ര സ്പീഡിൽ നമുക്ക് ഡെലിവർ ചെയ്യുന്നത്. ഈ 2 സ്പീഡും അനുസരിച്ചായിരിക്കും എന്ത് നമുക്ക് എത്രത്തോളം സ്പീഡിൽ കിട്ടുന്നു എന്നത് ബന്ധപ്പെട്ടിരിക്കുന്നത്, പിസ കിട്ടുന്നു എന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഐസ്ക്രീമിന്റെ കേസ്. അപ്പം നമ്മൾ ഒരു പുറത്തൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കഴിക്കാൻ നിൽക്കുക. അപ്പൊ ഐസ്ക്രീം എത്ര പെട്ടെന്ന് അലിഞ്ഞു എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? ഒന്നാമത്തത് ആ സറൗണ്ടിങ്ങിലെ ടെമ്പറേച്ചർ എത്ര സ്പീഡിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആ അറ്റ്മോസ്ഫിയറിൽ ആ ടെമ്പറേച്ചർ എത്ര സ്പീഡിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നതെന്നും രണ്ടാമത്തത് ആ ഐസ് ഉണ്ടല്ലോ, ഐസ് ഓരോ ഡിഗ്രിയിലും എത്രത്തോളം കൂടുതൽ അലിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ ഐസ് മീൻസ് ഐസ്ക്രീം എത്ര പെട്ടെന്ന് ഉരുകി പോകുന്നുള്ളത്, മെൽറ്റായി പോകുന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ ഡിഗ്രി കൂടുമ്പോൾ നമ്മുടെ ഐസ് എങ്ങനെ മെൽറ്റ് ആവും എന്നുള്ളത്. അത് ടെമ്പറേച്ചർ കൂടി നമുക്കറിയാമല്ലോ മെൽറ്റ് ആവുന്നുള്ളതും. അതുപോലെ തന്നെ ഇപ്പൊ എന്താ
1 ഡിഗ്രിന്ന് 2 ഡിഗ്രിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ ആക്ച്വലി 1 ഡിഗ്രി അല്ലേ കൂടിയുള്ളു. പക്ഷെ ഐസ് അത്രയും പെട്ടെന്ന് മെൽറ്റ് ആവത്തില്ലല്ലോ 1 ഡിഗ്രി 2 ഡിഗ്രി ആയ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു 28 ഡിഗ്രിന്ന് 30 ഡിഗ്രിയിലോട്ടായാലോ ഐസ് 1 ഡിഗ്രി 2 ഡിഗ്രിയിൽ മെൽറ്റ് ആയതിന്റെ കൂട്ടായിരിക്കത്തില്ലല്ലോ 27 ഡിഗ്രിന്ന് 28 ഡിഗ്രിയിലോട്ട് കയറിപ്പാ. മനസ്സിലായോ? അതായത് ഐസ് മെൽറ്റ് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ എങ്ങനെ കൂടുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ഓരോ ഡിഗ്രി റൈസിൽ ഐസ് എങ്ങനെ മെൽറ്റ് ചെയ്യുന്നു എന്നുള്ളതും. പിന്നെ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസ് എടുത്ത്, അതായത് ഇപ്പൊ നമ്മൾ ആദ്യം ഒരു എമൗണ്ട് കൊണ്ടുപോയി ഡെപ്പോസിറ്റോ എന്തെങ്കിലും ചെയ്ത് ഇൻവെസ്റ്റ് വല്ലതും ചെയ്ത്, അപ്പൊ എന്നിട്ട് അതിനൊരു ഇനിഷ്യൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് കാണുമല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അതിലോട്ട് നമ്മുടെ എമൗണ്ട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ എന്ത് പറ്റി? ആ ആഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കുമല്ലോ. അപ്പൊ ആ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാ? ആദ്യം നമ്മൾ ഇട്ടത് എങ്ങനെയാ കൂടുന്നതെന്നും പിന്നെ നമ്മൾ എത്രത്തോളം ഇടുന്നതെന്നും അതിനനുസരിച്ച് കൂടുന്നെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞു തന്നതിന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. അതായത് ഒരു സാധനത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ചിലപ്പോൾ ഒറ്റ സാധനത്തിനെ മാത്രം ഡിപ്പെൻഡന്റ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ വേറെ 1, 2 അല്ലെ 3 കാര്യങ്ങളെ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതേ കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് സൈൻ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമ്മൾ അറിയണമെങ്കിൽ സൈൻ മാറുന്നതും അതുപോലെ തന്നെ എക്സ് സ്ക്വയർ ഫംഗ്ഷൻ മാറുന്നതും നമുക്കറിയണം. റേറ്റ് ഓഫ് ചേഞ്ച് അറിഞ്ഞാലേ നമുക്കത് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു ഐഡിയ. ഇത് നിങ്ങൾക്ക് പ്ലോട്ടൊക്കെ വെച്ച് വേണേൽ വരച്ച് കാണിച്ചു തരാം, പക്ഷെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നൊന്നുമില്ല. എനിക്ക് ജസ്റ്റ് ആ ഒരു ഐഡിയ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഈ ബാക്കിയായിട്ട് ബാക്കിയുള്ള സീരീസ് പൊക്കൊണ്ടിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ കിട്ടുക, അതിന് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നൊന്നുമല്ല. സ്റ്റാൻഡ് അലോൺ ആയിട്ട് അങ്ങനെ പറഞ്ഞു തന്നൊന്നുമല്ല. പ്രൊഡക്റ്റ് റൂളും സം റൂളും പറഞ്ഞു തന്നതിന്റെ കൂട്ടത്തിൽ ചെയിൻ റൂൾ കൂടെ ഒന്ന് പറഞ്ഞു പോവാം. കാരണം ഇതിന്റെ എക്സാമ്പിൾസ് ഒന്നും ഞാൻ വെച്ച് ഇങ്ങനെ പറഞ്ഞു തന്നില്ല. ഞാൻ പറഞ്ഞല്ലേ, ഇതില് നമ്മള് ആ ഒരു കോൺസെപ്റ്റാ പറഞ്ഞു തരുന്നത്, അല്ലാതെ ഒരിക്കലും നമ്മൾ എക്സാമ്പിൾസ് അല്ല പറയുന്നത്. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ ചെയ്ത് നമ്മൾ എക്സാമിനൊന്നും പോലല്ല, നമുക്ക് ഇവിടെ ഐഡിയ കിട്ടിയാൽ മതി. ഓക്കെ, അതിനുവേണ്ടി മാത്രമേ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എക്സാമ്പിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. കാരണം ഇഷ്ടംപോലെ എക്സാമ്പിൾസ് കിടപ്പുണ്ട്, ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി, മനസ്സിലാവും. എനിക്ക് ഇതിലൊരു കോർ ഐഡിയ കിട്ടണം. ഇതെന്നല്ല, ഞാൻ ഈ പറഞ്ഞു തരുന്നതിൽ മൊത്തത്തിൽ എനിക്ക് നിങ്ങൾക്ക് തരേണ്ടുന്ന ഒരേ ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണം എല്ലാ കാര്യത്തിലും. അത്രേ ഉള്ളു. അല്ലാതെ നമ്മൾ ഇവിടെ ഫുള്ള് പ്രോബ്ലം സോൾവ് ചെയ്ത് അങ്ങോട്ട് പോകല്ല. പ്രോബ്ലം സോൾവിങ് വരും ഇനി അങ്ങോട്ട് പോകുമ്പോൾ വേറെ പല കാര്യങ്ങളിൽ. ഓക്കെ.